ഇപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡ്രോപ്സ് മരുന്നുകളിലാണ്, പിന്നെ ബാക്കിയല്ല. സർജറിയിൽ നമ്മൾ ചെയ്യുന്നത് കാറ്ററാക്റ്റ് മാറ്റുന്നു, ലെൻസ് അകത്ത് വെക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ലെൻസ് എന്ന് പറയുന്ന സാധനം കണ്ണിലിരിക്കേണ്ട ഒരു സാധനമല്ല, നമ്മൾ കൊണ്ട് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ടെൻഡൻസി അതിനുള്ളിൽ ആവശ്യമില്ലാത്ത സാധനം നമ്മൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം അത് ബോഡിയിൽ ഇരിക്കേണ്ട ഒരു സാധനം, അതൊരു ഫോറിൻ ഒബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണിൽ മരുന്നൊഴിക്കുന്നത്, ഈ ലെൻസിനെ അത് റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അത് സാധാരണ നമ്മളൊരു 3 മാസം അങ്ങനെ ഒഴിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഡ്രോപ്സ് നമ്മൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഡ്രോപ്പിൻ്റെ അറ്റം, അതായത് മരുന്ന് വരുന്ന ഭാഗം ഒരു കാരണവശാലും കണ്ടാമിനേഷൻ ആകാൻ പാടില്ല. അതായത് പേഷ്യൻ്റെ കണ്ണിനടുത്ത് പീലിയിൽ പോയി കൊള്ളാൻ പാടില്ല, നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ കയ്യിലും അത് കൊള്ളാൻ പാടില്ല. അങ്ങനെ വല്ലതും കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കീടാണുക്കൾ ഈ മരുന്നിനകത്ത് കയറും. കീടാണുക്കൾ ഈ മരുന്നിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വരുന്ന ഇൻഫെക്ഷൻ്റെ യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും കാണത്തില്ല. കാരണം മരുന്നിൽ നിന്ന് വരുന്ന കീടാണുക്കൾ എപ്പോഴും വീര്യം കൂടുതലായിരിക്കും. അത് നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻറ്റ് മൈക്രോബ്സ് എന്ന് പറയും. അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ഏറ്റവും കൂടിയ മരുന്നാണ്, അതിന് മുകളിൽ വേറെ മരുന്നില്ല. അപ്പോൾ ഇതിനെ അതിജീവിച്ച് വരുന്ന കീടാണുക്കൾക്ക് വേറെ പ്രതിവിധിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ചില പേഷ്യൻസിന് ഗ്ലോക്കോമയുടെ ഒരു അസുഖം കാണും. അവർ നേരത്തെ മുതലേ ഗ്ലോക്കോമയ്ക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് ഒഴിക്കുന്നുണ്ടാവും. ഈ തിമിരത്തിൻ്റെ സർജറിയും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളത്, ആ ഡ്രോപ്സ് നമ്മൾ നേരത്തെ ഓപ്പറേഷൻ മുമ്പ് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഒഴിച്ചപ്പോൾ അതിൻ്റെ കുപ്പിയുടെ അറ്റം പീലിയെ കൊണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ റിസ്ക് എടുക്കാനൊക്കത്തില്ല. ഒരു ഡ്രോപ്പ് കളയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഡ്രോപ്പ് കളയുക, കണ്ണ് കളയാതിരിക്കുക. അതുകൊണ്ട് പുതിയൊരു ഡ്രോപ്പ് വാങ്ങിക്കുക. ഇപ്പോൾ ഗ്ലോക്കോമയുടെ മരുന്ന് ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് പുതിയൊരു ഡ്രോപ്പ് വാങ്ങിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആ പുതിയ ഡ്രോപ്സ് തന്നെ തുടരുക. ഇതാണ് നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡ്രോപ്സ് മരുന്നുകളിലാണ്, പിന്നെ ബാക്കിയല്ല. ഡ്രോപ്സ് ആണ് കൂടുതലും കണ്ണിലൊഴിക്കുന്നത്. കാരണം ടാബ്ലറ്റിനേക്കാട്ടിലും കണ്ണിൽ എഫക്റ്റീവ് ഡ്രോപ്സ് ആണ്. കാരണം അത് ഡയറക്റ്റ് കണ്ണിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ ഡ്രോപ്സ് നമ്മൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഡ്രോപ്പിൻ്റെ അറ്റം, അതായത് മരുന്ന് വരുന്ന ഭാഗം ഒരു കാരണവശാലും കണ്ടാമിനേഷൻ ആകാൻ പാടില്ല. അതായത് പേഷ്യൻ്റെ കണ്ണിനടുത്ത് പീലിയിൽ പോയി കൊള്ളാൻ പാടില്ല, നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ കയ്യിലും അത് കൊള്ളാൻ പാടില്ല. അങ്ങനെ വല്ലതും കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കീടാണുക്കൾ ഈ മരുന്നിനകത്ത് കയറും. കീടാണുക്കൾ ഈ മരുന്നിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വരുന്ന ഇൻഫെക്ഷൻ്റെ യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും കാണത്തില്ല. കാരണം മരുന്നിൽ നിന്ന് വരുന്ന കീടാണുക്കൾ എപ്പോഴും വീര്യം കൂടുതലായിരിക്കും. ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അതിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ കണ്ണിതാണെങ്കിൽ ഡ്രോപ്സ് ഇത്രയും ദൂരത്തിൽ മാറ്റി പിടിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അടുത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേഷ്യൻ്റ് കണ്ണടയ്ക്കുമ്പോൾ വല്ല ചെയ്യുമ്പം പീലി ഈ മരുന്നിൻ്റെ കുപ്പിയുടെ അറ്റത്ത് ഒരയും. നമ്മൾ അറിയത്തേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം നടന്നത്. കാരണം നമ്മുടെ മുടിയിലോ നമ്മുടെ പീലിയിലോ ഫീലിങ്ങിനൊരു ചാൻസ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് മുടി വെട്ടാൻ പറ്റുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഡ്രോപ്സ് ഒഴിച്ചു കഴിഞ്ഞിട്ട് 1 മിനിറ്റെങ്കിലും കണ്ണടച്ച് വെക്കണം. കാരണം ഇത് കണ്ണിലൊന്ന് അബ്സോർബ് ആകണമല്ലോ. അബ്സോർബ് ആകണമെങ്കിൽ ഐഡിയലി ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ മിനിമം 1 മിനിറ്റേലും അടച്ചു വെക്കണം. അപ്പോൾ കണ്ണിൽ ഡ്രോപ്സ് ഒഴിക്കാൻ 2 രീതികളുണ്ട്. ഓക്കെ, ഒന്ന് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ്. ആദ്യം കണ്ണ് തുറക്കണമല്ലോ ഡ്രോപ്സ് ഒഴിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ അടിപ്പോള ഞാൻ വലിച്ചു പിടിക്കും, എന്നിട്ട് കണ്ണ് തുറക്കും. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഉള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ മരുന്നൊഴിക്കും. അതാണ് ഒരു രീതി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാൻ അങ്ങനെയാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ, ഈ നമ്മുടെ കൈ കൊണ്ട് കണ്ണിൻ്റെ അടുത്തോട്ട് പോകുന്ന സ്ഥിതിക്ക് കൈ നല്ലോണം ഡെറ്റോൾ സോപ്പ്, ഏതായാലും നല്ല സോപ്പ് ഇട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്ത് കണ്ണിൻ്റെ പോളയിലോട്ട് തൊട്ട് അത് താഴോട്ട് വലിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കണ്ണിൻ്റെ കാര്യത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് ഒരു മെത്തേഡുണ്ട്, അത് ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡാണ്. കാരണം മടിയന്മാർക്ക് ബെസ്റ്റ് ഒരു മെത്തേഡാണ്. കാരണം കൈ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെങ്ങും തൊടുന്നില്ല. അതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ പേഷ്യനോട് പറയുക പുറയിലോട്ട് നോക്കാൻ. പുറയിലോട്ട് നോക്കി, കണ്ടോ, കണ്ണ് തന്നെ തുറന്നു. നമ്മളിവിടെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ തുറന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഡ്രോപ്പ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് മുകളിലോട്ട് നിന്ന് ഒഴിച്ചാൽ മതി. അപ്പോൾ എവിടെയും തൊടേണ്ട കാര്യമില്ല. വളരെ സേഫായിട്ടൊരു ടെക്നിക്കാണിത്.
അപ്പോൾ കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ 4 ഡ്രോപ്സ് ആണ് കൊടുക്കാറുള്ളത്. അതിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്പർ എഴുതും, 1, 2, 3, 4 എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ തരും, മരുന്ന് എങ്ങനെയാണ് ഒഴിക്കേണ്ടത്, ആ ക്രമത്തിലെല്ലാം ഒഴിച്ചാൽ മതി. ആദ്യത്തെ ഒരു ദിവസം ഈ മരുന്ന് തുരിതര ഒഴിക്കണം, അതായത് ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഇത് ഒഴിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ ആ മരുന്നിൻ്റെ ഒരു ഡോസ് ഒരു ലെവൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് നമുക്കൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ വേണം ആ ഒരു ലോഡ് ചെയ്ത് ഒരു ലെവലെത്താൻ. പിന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മളതിൻ്റെ ലെവൽ കുറച്ച് അത് ഇല്ലാതാക്കും. 2ാമത്തെ ദിവസം തൊട്ട് ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഇതുപോലൊരു ഷീറ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കും. ആ ഷീറ്റിൽ നമ്മൾ മരുന്നിൻ്റെ പേര്, അതിൻ്റെ ഡേറ്റ്, ടൈം എല്ലാം കാണും. ഇപ്പം ഡേറ്റും ടൈമും നോക്കിക്കഴിഞ്ഞാൽ ഏത് മരുന്നാണ് ഏത് സമയത്ത് വരും നമുക്ക് ഒഴിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ നമ്പർ തന്നെ ഇവിടെയും കാണും, മരുന്നിൻ്റെ പേരും കാണും. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ബുദ്ധിമുട്ട് അരമണിക്കൂറോട്ട് ഒഴിക്കാൻ. അപ്പം ചിലവർ എന്നോട് ചോദിക്കുന്നത് രാത്രി ഉറക്കളച്ചിരുന്ന് മരുന്നൊഴിക്കണമെന്ന്. അതിൻ്റെ ഒരാവശ്യവുമില്ല. ലാസ്റ്റ് ഡ്രോപ്പ് രാത്രി 9 മണിക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ കണ്ണിൽ ഷീൽഡ് വെച്ച് കിടന്നുറങ്ങിയാൽ മാത്രം മതി. നമ്മുടെ കണ്ണിതാണെങ്കിൽ ഡ്രോപ്സ് ഇത്രയും ദൂരത്തിൽ മാറ്റി പിടിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഇത്രയും ദൂരം മാറ്റി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിലോട്ട് കറക്റ്റ് വീണെന്ന് വരത്തില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു ഡ്രോപ്പും കൂടെ ഒഴിക്കാം. അതൊരിക്കലും ഒരു ഓവർ ഡോസ് ആകത്തില്ല. കാരണം ഒരു തവണ നമ്മൾ കണ്ണിൽ ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ ആ ഒരു ഡ്രോപ്പ് മാത്രമേ നമ്മുടെ കണ്ണെടുക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ബക്കറ്റ് മരുന്ന് ഒഴിച്ചാലും ഒരു തുള്ളിയെ കണ്ണിലെടുക്കാൻ പോകുന്നുള്ളൂ. ഓവർ ഡോസ് വരണമെങ്കിൽ നമ്മൾ തവണകൾ കൂടുതൽ ഒഴിക്കണം. അല്ലാതെ ഒരു തവണ തന്നെ കൂടുതൽ ഒഴിച്ചുകൊണ്ട് ഓവർ ഡോസ് ഒന്നും ആകത്തില്ല. അതുകൊണ്ട് പേടിക്കേണ്ട. കറക്റ്റായിട്ട് വീണില്ലെങ്കിൽ ഒരു ഡ്രോപ്പും കൂടെ ഒഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് മാത്രമല്ല 4 ഡ്രോപ്സ് ഉണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും. കാരണം ഓൾറെഡി ഗ്ലോക്കോമയൊക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അതിൽ കൂടുതൽ മരുന്നുകളാണ്, അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 4 ഡ്രോപ്സ് ഒക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു തവണ അങ്ങനെ ഒഴിക്കാനൊക്കത്തില്ല. കാരണം കണ്ണിൽ ഒരു ഡ്രോപ്പ് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഡ്രോപ്പ് ഒഴിക്കാവും. അതുകൊണ്ട് 10 മിനിറ്റ് 2 ഡ്രോപ്പ് തമ്മിൽ വളരെ നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ 2 ഡ്രോപ്പിൻ്റെയും അബ്സോർപ്ഷൻ കുറവായിരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടത്തേയില്ല. അപ്പം ചിലവർ ഓപ്പറേഷന് വരുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. തീവ്രം അങ്ങ് അറ്റം എത്തിക്കഴിഞ്ഞ് ഒരു പാറ പോലെ ആയി കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം നമുക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല ഓപ്പറേഷൻ ചെയ്യുക അല്ലാതെ. കാരണം നമ്മളത് വിട്ട് കഴിഞ്ഞാൽ മിക്കവാറും കണ്ണിനകത്തിരുന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ചിലപ്പോൾ നമ്മളതൊക്കെ ചെയ്യും. ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണിനകത്ത് കുറച്ച് നാളത്തേക്ക് നീര് കാണും. അപ്പോൾ അങ്ങനെ നീരുള്ള സന്ദർഭത്തിൽ നമ്മൾ ഡ്രോപ്സ് മാത്രം പലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഓയിൻമെൻറ്റ് കൊടുക്കും. ഈ ഓയിൻമെൻറ്റ് ഉപ്പിൻ്റെ ഓയിൻമെൻറ്റാണ്. അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കണ്ണിൽ നീരുള്ള ആ നീരെല്ലാം കൂടെ വലിച്ചെടുക്കുക, നീര് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇടുമ്പം ഉപ്പാണ്, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, അവിടെ ചെറിയ നീറ്റിലൊക്കെ കാണും. അത് സഹിച്ച് അങ്ങ് ഇടുക. അത് മാത്രമല്ലാതെ ചില പ്രായമുള്ള വ്യക്തികൾക്കും ഞാൻ പേഴ്സണലി ഈ ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് ഉപ്പിൻ്റെ ഓയിൻമെൻറ്റാണ്. ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ മീനൊക്കെ ഉപ്പിലിടുക അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിടുക എന്ന് പറയും. അതിനകത്ത് കീടാണുക്കളൊന്നും വളരത്തില്ല. കറക്റ്റല്ലേ? അതുകൊണ്ട് ഈ ഓയിൻമെൻറ്റ് ഞാൻ കൊടുക്കുന്നത് നീര് പോകാനായിട്ടല്ല, കീടാണുക്കൾ കണ്ണിൽ അധികമായിട്ട് വളരാതിരിക്കാനായിട്ട് ഞാൻ ചിലപ്പം ഈ ഉപ്പിൻ്റെ ഓയിൻമെൻറ്റ് കൊടുക്കാറുണ്ട്. ഓയിൻമെൻറ്റ് ഇടുമ്പോഴും ഞാൻ ഡ്രോപ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിക്കണം. ഈ ഓയിൻമെൻറ്റിൻ്റെ ട്യൂബിൻ്റെ അറ്റം, അതായത് ഓയിൻമെൻറ്റ് വരുന്ന ഭാഗം ഒരു കാരണവശാലും നമ്മൾ കണ്ടാമിനേഷൻ ആക്കാൻ പാടില്ല. നമ്മുടെ വിരലും കൊള്ളല് പേഷ്യൻറ്റിൻ്റെ കണ്ണിൻ്റെ പീലിയോ കൺപോളോ ഇതിൽ കൊള്ളാൻ പാടില്ല. ചിലവരെന്നോട് ചോദിക്കും, ഈ ഓയിൻമെൻറ്റ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കണ്ണെഴുതുന്ന പോലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോകുന്നത്? കയ്യിലുള്ള എന്തൊക്കെ ജേംസ് ഉണ്ട് അതെല്ലാം ഓപ്പറേഷൻ ചെയ്ത് കണ്ണിലും പറ്റിയല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരമൊക്കെ കാണിക്കാതിരിക്കുക. നമ്മളൊരു കറക്റ്റ് രീതി കാണിച്ചു തരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഓയിൻമെൻറ്റ് ഇടുന്ന രീതി എന്ന് പറഞ്ഞുതരാം. അപ്പം ഓയിൻമെൻറ്റ് ഇടുമ്പോൾ സാറിന് എല്ലാവരും വിചാരിക്കും ഇതങ്ങ് തുറന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. നമ്മളൊരു കാര്യം മറക്കുന്നുണ്ട്, ഈ ഓയിൻമെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്തെന്നും പറഞ്ഞിട്ടൊന്നും ഓയിൻമെൻറ്റ് ഓപ്പൺ ആകത്തില്ല. ഇതിനകത്ത് വേറൊരു സീലുണ്ട് ഇതുപോലെ, അത് നമ്മൾ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഓയിൻമെൻറ്റ് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അത് ആദ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഓയിൻമെൻറ്റ് ഇടാവൂ.
അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു സീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ സേഫ്റ്റി പിന്ന്, ആണി, അങ്ങനത്തെ സാധനങ്ങൾ, സ്ലൈഡ്, അതൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതിനകത്ത് തന്നെ ഒരു മെക്കാനിസം ഉണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരാം. കൺപോൾ ഇതുപോലെ താത്തി പിടിച്ചിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലോട്ട് നമ്മൾ ഓയിൻമെന്റ് ഇടേണ്ടത് ജസ്റ്റ് ഒരു അരിമണിയുടെ അത്രയും ഓയിൻമെന്റിന്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കണ്ണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ പേഷ്യൻറ്റിനോട് എപ്പോഴും കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ട് പറയും ദേഹം കുളിക്കാം, വാ കഴുകാം, പല്ല് തേക്കാം, ഷേവ് ചെയ്യാം. ഇവിടം വരെ വെള്ളം വീഴാം, ഇതിൻ്റെ താഴോട്ട്. ഇതിന് മേളിലോട്ട് പറ്റത്തില്ല, കാരണം കണ്ണ് പിടിയിരിക്കുമല്ലോ. അതുകൊണ്ട് തല കുളിക്കാനും പറ്റത്തില്ല, മുഖം കഴുകാനും പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഔദ്യോഗിക ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കണ്ണിലോട്ട് പോകും. അതിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ചാൻസ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ വരും, ആകെ പ്രശ്നമാവും. അതുകൊണ്ട് തല കുളിക്കുന്നതും മുഖം കഴുകുന്നു ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യാവൂ. അപ്പോൾ കണ്ണ് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ടവലോ അതൊന്നും വെച്ച് കണ്ണ് ക്ലീൻ ചെയ്യാനൊക്കത്തില്ല, കാരണം അതിനൊന്നും സ്റ്റെറിലിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇതുപോലെ ഒരു മെഡിക്കേറ്റഡ് ടിഷ്യൂ കൊടുക്കും. അത് വളരെ സ്റ്റെറൈലായിരിക്കും. അത് ഇതുപോലൊരു പാക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ പാക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇവിടെ ഒരു വെട്ട് കണ്ടോ, അത് തുറക്കുമ്പോൾ നമുക്കൊരു ടിഷ്യൂ കിട്ടും. ആ ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ കണ്ണടച്ചുകൊണ്ട് കൺപീലി താഴോട്ട് ഇങ്ങനെ തുടങ്ങുക. കാരണം കണ്ണിൽ മരുന്നിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ കാണും, അല്ലാതെ തന്നെ കുറച്ച് ഡിസ്ചാർജ് ഒക്കെ വരും. അത് നമ്മൾ ക്ലീൻ ചെയ്യുക, എന്നിട്ട് തിരിച്ച് കണ്ണാടി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ണിൽ മരുന്നൊഴിച്ചു, കണ്ണ് ക്ലീൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് തിരിച്ച് കണ്ണാടി വെക്കണമല്ലോ. അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇതിൻ്റെ രണ്ട് കാലും പിടിച്ചോണ്ട് അകത്തി പിടിച്ചുകൊണ്ട് മാത്രമേ തിരിച്ചു വെക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ നമ്മൾ സാധാരണ സൺഗ്ലാസ് വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാല് കണ്ണിലോട്ട് മുട്ടും, അതെന്തെങ്കിലും താങ്ങും, പ്രശ്നം ഉണ്ടാകാനാണ് ചാൻസ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഏത് കണ്ണിലാണോ ഓപ്പറേഷൻ ചെയ്ത് ആ വശത്തോട്ട് ചരിഞ്ഞ് കിടക്കരുത് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം വരെ. ഇപ്പോൾ കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ട് കണ്ണിന് എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ വേണമല്ലോ. അപ്പം പ്രൊട്ടക്ഷൻ്റെ ആദ്യത്തേത് സേഫ്റ്റി ഗ്ലാസ്സസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നതിനും വരെ ഈ ഗ്ലാസ് മുഖത്ത് കാണണമെന്ന്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഒന്നും കണ്ണിലോട്ട് കയറാതിരിക്കുക. ഇപ്പോൾ കാറ്റൊക്കെ വരുമ്പോൾ പൊടി അടിക്കാതിരിക്കുക, അതുപോലെ വീട്ടിൽ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിലോട്ട് അടുത്തോട്ട് വരാതിരിക്കുക. കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ കണ്ണിൽ അടുത്തൊന്നും തൊടാതിരിക്കുക. കാരണം ഗ്രാൻഡ് പേരൻസ് ആയിരിക്കുമല്ലോ കൂടുതലും ചെയ്യുന്നത്. കൊച്ചു കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഗ്രാൻഡ് പേരൻസിനോട് കളിക്കാൻ ഒരു താല്പര്യം കാണും. അപ്പോൾ അവരൊന്ന് മടിയിലൊക്കെ ഇരിക്കുമ്പോൾ അറിയാതെ കൈ കൊണ്ട് കണ്ണെ തൊടാതിരിക്കാനൊക്കെ ഈ ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാത്രിയാകുമ്പോൾ പക്ഷെ നമുക്ക് ഈ ഗ്ലാസ് വെച്ച് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ നമുക്കൊരു പച്ച ഷീൽഡ് തരും. അത് ഓപ്പറേഷൻ ചെയ്ത കണ്ണിലോട്ട് ഇങ്ങനെ വെക്കുക. 2 ടേപ്പ് അവിടെ തരും. ഇത് നോൺ അലർജിക് ടേപ്പാണ്. അത് വെച്ച് 2 പ്രാവശ്യം ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി നമ്മളറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ കണ്ണ് താങ്ങാതിരിക്കും. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് രാത്രി ചൊറിച്ചിലൊക്കെ വരുമ്പോൾ നമ്മളറിയാതെ കണ്ണ് ചൊറിയാതിരിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ചൊറിച്ചിലൊക്കെ നമ്മൾ കണ്ണ് ചൊറിച്ച് കഴിഞ്ഞാൽ ലെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ അത് തിരിച്ച് വെക്കണമെങ്കിൽ പിന്നെ തിയേറ്ററിൽ കയറും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രിക്കോഷൻസ് എടുക്കുന്നത്. സാധാരണഗതിയിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഇതുപോലെ ചെയ്യേണ്ടി വരും. ഇത് ക്ലീൻ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. രാവിലെ ഇത് കണ്ണിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ലിക്വിഡ് സോപ്പ് ഇട്ടിട്ട് കഴുകുക, ഉണക്കാൻ വെക്കുക. അതുപോലെ തന്നെ വൈകിട്ട് ഇത് വെക്കാനായിട്ട് ഇത് ഊരുമ്പോൾ ലിക്വിഡ് സോപ്പ് ഇട്ടിട്ട് കഴുകുക, ഉണക്കാനായിട്ട് വെക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പാടുണ്ടോ എന്ന് പേഷ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് പതുപോലെ ഇരിക്കാം, കുനിയാം, സംസാരിക്കാം, കഴിക്കാം, നോ പ്രോബ്ലം. പതിവായിട്ട് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകാം, മഴയൊന്നും ഇല്ലെങ്കിൽ, വലിയ പൊടിയൊന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, അതിനൊന്നും ഒരു പ്രയാസമില്ല. നമ്മൾ ആകെ പാടില്ലെന്ന് പറയുന്നത്
തല കുളിക്കാൻ പാടില്ല, മുഖം കഴുകാൻ പാടില്ല. കാരണം കണ്ണിൽ അറിയാതെ വെള്ളം വീഴാൻ പാടില്ലല്ലോ. കഴിക്കുന്നല്ല കട്ടിയുള്ള എന്തെങ്കിലും കഴിക്കാമോ ചോദിക്കും. ഞാൻ കട്ടിയുള്ള എന്തെങ്കിലും തിരിഞ്ഞു കടിക്കാത്ത എന്താ വെള്ളം കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. കട്ടി കൂടിയുണ്ടോ കട്ടി കൂടിയില്ലെന്ന് ഒരു പ്രശ്നമില്ല, നോർമൽ ഫുഡ് എന്താ വെള്ളം കഴിക്കാം. പിന്നെ ചിലവർക്ക് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ഡിസ്ചാർജ് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ സമയമാകുമല്ലോ. ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ചോറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കഴിച്ചിട്ട് വീട്ടിലോട്ട് യാത്ര ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കണ്ണിൻ്റെ സർജറി ആണെങ്കിലും സർജറി ഒരു സർജറിയാണ്, നമ്മുടെ ബോഡി അതുപോലെ എടുക്കത്തുള്ളൂ. നമ്മൾ വയറ് നിറച്ച് കഴിച്ചിട്ട് യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഛർദ്ദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിക്കാമല്ലോ, ബണ്ണോ ചായയോ അല്ലെങ്കിൽ കുറച്ച് ചോറ് കഴിച്ചിട്ട് ബാക്കി വീട്ടിൽ പോയതിന് ശേഷം കഴിച്ചാൽ മതി. അതാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. പിന്നെ ചിലവർ വീട്ടിൽ ചെന്ന് കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവിടെ നടക്കാനൊക്കെ ശ്രമിക്കുക. വീട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നടക്കാം, കുനിയാം, ഇരിക്കാം, ചിരിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കും. എന്നാലും ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചൊന്ന് അറിയിപ്പിക്കുക. അതിനെന്താണ് പ്രതിവിധി ഞങ്ങൾ പറഞ്ഞു തരാം. ചില മരുന്നുകൾ, ചില നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പെയിൻ കില്ലേഴ്സ് കൊടുക്കും. അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമെങ്കിൽ അത് നമ്മളെ വിളിച്ച് പറയാം, നമ്മൾ അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ഭയങ്കര വേദനയോ അല്ലെങ്കിൽ കടും ചുവപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഡേഞ്ചർ സിഗ്നലാണ്. അത് നമ്മളെ തീർച്ചയായിട്ടും വിളിച്ചറിയിപ്പിക്കണം. നമ്മൾ വരാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ സമയത്ത് തന്നെ വരേണ്ടതായിട്ടും വരും. അപ്പോൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഡോക്ടർ, എനിക്ക് അടുത്ത ദിവസം തന്നെ എല്ലാം ചെയ്യാമോ? ഞാനെപ്പോഴും ചോദിക്കും, കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ദിവസം ഓട്ട മത്സരത്തിന് വല്ലതും പോകും? ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ പിച്ച് വെച്ച് നടക്കണം, വടി വെച്ച് നടക്കണം, പിന്നെ ഒന്ന് നടന്നു നോക്കണം, പിന്നെ ഉള്ള ഓട്ടമൊക്കെ പറ്റുകയാണെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ പ്രായത്തിനെ മാനിക്കുക. ഇതൊരു സർജറിയാണ്. വളരെ പതുക്കെ കാഴ്ചയ്ക്ക് അതിൻ്റെ ലോഡ് കൊടുക്കാവും. ആദ്യം നമ്മൾ കാണേണ്ടത് ദൂരക്കാഴ്ചയാണ്. വെളിയിലോട്ടൊക്കെ എല്ലാം കാണാനുള്ളത് പരിചയം നമ്മുടെ കണ്ണിന് തിരിച്ചു കൊടുക്കുക. കാരണം അതൊരു പ്രൊസീജിയർ കഴിഞ്ഞതാണ്. ആർട്ടിഫിഷ്യൽ ലെൻസ് ഉണ്ട്, നമ്മുടെ കണ്ണ് അത് യൂസ്ഡ് ആകണം, നമ്മുടെ ബ്രെയിൻ യൂസ്ഡ് ആകണം. അപ്പോൾ അതിൻ്റെ സമയമെടുക്കും. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ TV കാണാം, അതിന് പ്രശ്നമൊന്നുമില്ല. മൊബൈൽ കഴിവതും നമുക്ക് എത്രയും ലേറ്റ് ആക്കാം അത്രയും ലേറ്റ് ആക്കാം. 2 ആഴ്ചയിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് നല്ലതാണ്. കാരണം മൊബൈൽ വളരെ ചെറിയൊരു ഡിവൈസാണ്, ഇൻറ്റൻസ് ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ നമ്മൾ മൊബൈൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആരാന്ന് നോക്കിയിട്ട് അതിനൊരു പ്രശ്നവുമില്ല, മൊബൈൽ വിളിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചിലവരുണ്ടല്ലോ രാത്രി മുഖത്ത് ഇങ്ങനെ വാട്സാപ്പ് റീൽസൊക്കെ കാണുന്നത്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനൊരു ഓവർ സ്ട്രെയിനാണ്. അത് ചെയ്യാതിരിക്കാൻ തന്നെ ശ്രമിക്കണം. TV 2-3 ദിവസം കഴിഞ്ഞാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ കാണുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇരുട്ടത്തിരുന്ന് TV കാണില്ല, നല്ല ലൈറ്റ് ഇട്ടുണ്ട് TV കാണാവും. ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം വിദേശത്ത് പോയി പഠിച്ചല്ലോ, ഒത്തിരി ഡിഗ്രി ഉണ്ട്, എന്തുകൊണ്ട് കോഴഞ്ചേരി എന്നൊരു സ്ഥലത്ത് ഈ ഇത്രയും എക്യുപ്മെന്റ് കൂടിയ ഒരു ഹോസ്പിറ്റൽ വെക്കുന്നത്? ഒരിക്കലും പ്രോഫിറ്റബിൾ ആകത്തില്ല. അത് എനിക്കും അറിയാം, ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് ഇത് കോഴഞ്ചേരിയിൽ ചെയ്തു? അതിൻ്റെ ആൻസറാണ് ഞാൻ എൻ്റെ ബുക്കിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ലണ്ടൻ മുതൽ കോഴഞ്ചേരി വരെ എന്തുകൊണ്ട് ലണ്ടനിൽ പഠിച്ചിട്ട് പിന്നെ അവസാനം കോഴഞ്ചേരി വന്നു. അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മുളമുട്ടിൽ മാത്തൻ മത്തായി 1885 നേത്ര ചികിത്സ ആദ്യമായിട്ട് മുളമുട്ടിൽ കുടുംബത്തിൽ ആരംഭിക്കുന്നു. പിന്നെ ഒരു പാരമ്പര്യമുണ്ട് നേത്രവൈദ്യത്തിൽ. ആ പാരമ്പര്യം ഞാനങ്ങ് തുടർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അവരെല്ലാം നാട്ടുവൈദ്യം ചെയ്തു, ഞാൻ മോഡേൺ മെഡിസിൻ എടുത്തു. മോഡേൺ മെഡിസിൻ എടുക്കുമ്പോഴും നാട്ടുവൈദ്യം എടുക്കുമ്പോഴും ഞങ്ങളുടെ ഫിലോസഫി ഒന്ന് തന്നെയാണ്. ആർക്കെങ്കിലും അവരുടെ രോഗം ഭേദമാകണമെങ്കിൽ ഫസ്റ്റ് അവർക്ക് വൈദ്യനിൽ വിശ്വാസം വേണം, വൈദ്യത്തിൽ വിശ്വാസം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ അതിനേക്കാളും വലിയൊരു സ്ഥാനമുണ്ട്, ദൈവത്തിൽ വിശ്വാസം വേണം. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരു രോഗിക്ക് രോഗമില്ലാത്തൊരവസരം വരുന്നത്. ഇതാണ് മുളമുട്ടിലെ ഹോസ്പിറ്റലിൻ്റെ ഫിലോസഫി. ഒരു വൈദ്യൻ എന്നുള്ള നിലയിൽ മോഡേൺ മെഡിസിനാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും വൈദ്യത്തിൻ്റെ എല്ലാ തത്വങ്ങളും അതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ പാരമ്പര്യം വളരെ സ്ട്രോങ് ആയിട്ടും വളരെ ശുദ്ധിയോടും കൂടെ പാലിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുള്ളതുകൊണ്ടാണ് മുളമുട്ടിലെ ഹോസ്പിറ്റൽ ഈ നിലയിൽ ഇപ്പം ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്.